3 പേരായിട്ട് വന്നു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമായിട്ട് വന്ന് കടയിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി കുറച്ച് എന്തൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. സംസാരിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരു ക്യാഷിൻ്റെ എന്തോ ഇടപാടാണ്, എന്തോ പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് സംസാരങ്ങളായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിത് ബിസിനസ്സിനെ ബാധിക്കും, ഞങ്ങളുടെ സ്റ്റാഫാണ്, ഈ ആൾ നിൽക്കുന്ന സമയത്ത് വിളിച്ച് പുറത്തിറക്കി സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുക. നെയ്യാറ്റിൻകരയിലെ ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തതിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ നിരന്തര പീഡനമെന്ന് തെളിയിക്കുന്ന പരാതി ഉൾപ്പെടെ പുറത്ത്. മൈക്രോ ഫിനാൻസിൽ നിന്നും എടുത്ത പണത്തിനായി മരണമടഞ്ഞ വീട്ടമ്മ ജോലി ചെയ്തിരുന്ന കടയിലെത്തി മൈക്രോ ഫിനാൻസുകാർ ഭീഷണിപ്പെടുത്തിയ വിവരം പങ്കുവച്ച് കട ഉടമ. ഈ ക്രൂരത കടമെടുത്ത 58,000 രൂപയ്ക്കു വേണ്ടി. കഴിഞ്ഞ ഞായറാഴ്ച തൊടുക്കലിൽ സൈനൈഡ് കഴിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ച സംഭവത്തിൽ മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണി മൂലമാണ് കുടുംബം ഒന്നടങ്കം ജീവനൊടുക്കിയെന്നതിൽ വ്യക്തതയുമായി മരിച്ച സ്മിത ജോലി ചെയ്തിരുന്ന കട ഉടമ. 3 മാസങ്ങൾക്ക് മുമ്പ് സ്മിതയെ നിരന്തരം ശല്യം ചെയ്തിരുന്ന മൈക്രോ ഫിനാൻസുകാർ നെയ്യാറ്റിൻകര ആലുമൂട്ടിലെ ടെക്സ്റ്റൈൽസിൽ നിന്നും വിളിച്ചിറക്കി ഭീഷണിപ്പെടുത്തിയിരുന്നു. 15 മിനിറ്റോളം കാണാതായിരുന്ന സ്മിതയെ അന്വേഷിച്ചപ്പോൾ പുറത്ത് മൈക്രോ ഫിനാൻസുകാർ സ്മിതയെ ഭീഷണിപ്പെടുത്തുന്നതായാണ് കണ്ടത്. തുടർന്ന് കട ഉടമ ഇടപെട്ട് സ്മിതയെ കടയ്ക്കുള്ളിലേക്ക് അയച്ചു. ഞങ്ങളുടെ കടയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നല്ല സ്റ്റാഫാണ് നഷ്ടപ്പെട്ടത്. അവർ ഈ പറഞ്ഞതുപോലെ കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റാണെന്ന് ഇപ്പം പറയുന്നുണ്ട്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് 2-3 പേരായിട്ട് വന്നു. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമായിട്ട് വന്ന് കടയിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കി കുറച്ച് എന്തൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. സംസാരിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരു ക്യാഷിൻ്റെ എന്തോ ഇടപാടാണ്, എന്തോ പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് സംസാരങ്ങളായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിത് ബിസിനസ്സിനെ ബാധിക്കും, ഞങ്ങളുടെ സ്റ്റാഫാണ്, ഈ ആൾ നിൽക്കുന്ന സമയത്ത് വിളിച്ച് പുറത്തിറക്കി സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുക, സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയോ കോടതിയിൽ പോവുകയോ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ പിടിച്ച് പുറത്തിറക്കി ജോലി സമയത്ത് അവരെ തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരില്ല, ഇന്ന് പൈസ കിട്ടിയേ പോകുമെന്നൊക്കെ പറഞ്ഞ് നിന്നു. അവിടേക്ക് ഞങ്ങൾ അവരുടെ അടുത്ത് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളകത്ത് കയറി പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കടയ്ക്കകത്ത് കയറരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പറയുക, അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ടെങ്കിൽ ജോലി സമയം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിൽ പോയി അവരുടെ ഭർത്താവ് അങ്ങേരുമായിട്ട് സംസാരിക്കുക, അല്ല കടയിൽ വന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സംസാരമായി. കുറച്ച് സമയം അവർ പുറത്ത് നിന്നിട്ട് അങ്ങ് പോയി. ഞങ്ങൾ ഇവിടെ മഞ്ജു സ്മിതയെ അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞു. അവർ പിന്നെ അങ്ങ് അകത്ത് കയറിപ്പോയി, പുറത്തിറങ്ങിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൃത്യമായിട്ട് അവർ കുറച്ച് ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തങ്ങനെ പറയുന്ന ഒരു സ്വഭാവക്കാരല്ല. അങ്ങനെ വേറെ ഒരുപാട് കടമുള്ളതൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയം ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്, കുറച്ച് ബാധ്യത ഉള്ളതായിട്ട് അറിഞ്ഞു. കടയിലുള്ള ഇടപെടലൊക്കെ വളരെ നന്നായിരുന്നു. വേറെ യാതൊരു പരാതിയോ വേറെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നമോ. കടയിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് സംബന്ധിച്ച് സ്മിത മാർച്ച് മാസത്തിൽ തന്നെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായില്ല. കടയിൽ മൈക്രോ ഫിനാൻസുകാർ വീണ്ടും എത്തുന്ന ഭയത്തിൽ 2 മാസത്തിന് മുമ്പ് സ്മിത ജോലി ഉപേക്ഷിച്ചു. തുടർന്നിവർ വീട്ടിലെത്തിയാണ് ഭീഷണി തുടർന്നത്. എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് നെയ്യാറ്റിൻകരയിൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കാത്ത ഒരു ദാരുണമായ സംഭവമാണ് ഒരു കുടുംബത്തിൽ നടന്നിരിക്കുന്നത്. ആ കുടുംബത്തിലെ 3 പേര്, മകൻ 22 വയസ്സായ മകൻ ഉൾപ്പെടെ ഭാര്യയും അച്ഛനും മരിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാൻ സാധിച്ചത് ഈ മൈക്രോ ഫൈനാൻസ് എന്നുള്ളൊരു ഒരു ഫൈനാൻസ് കേന്ദ്രം അന്ന് ഇന്ന ഒരു നെയ്യാറ്റിൻകരയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീയെ വന്ന് 2-3 പ്രാവശ്യം വന്ന് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു. പിന്നെ കടയുടെ ഉടമസ്ഥൻ വിലക്കുകയും അതിനുശേഷം കടയിൽ വന്ന് ഉപദ്രവിക്കുന്നത് ശീലം മാറ്റിയിരുന്നു. അതിനുശേഷം ആ സ്ത്രീ ആ കടയിൽ നിന്നും ജോലി മതിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തപ്പെട്ടു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം അതിനുശേഷം ഈ സ്ത്രീ ആ കടയിൽ വരാറില്ല. കാരണം ഈ മാനസിക പീഡനം കൊണ്ടായിരിക്കണം ആ സ്ത്രീ കടയിൽ വരാത്തത്. ഞാൻ അറിഞ്ഞത് അവരുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള സ്ത്രീകളടുത്ത് 1-2 സ്ത്രീകളടുത്ത് നിന്നും അറിയാൻ സാധിച്ചത് ഇവർ ആ സ്ഥിരം വീട്ടിൽ പലരും എന്നല്ല, ഈ മൈക്രോ ഫൈനാൻസിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ വന്ന്
വീട്ടിൽ നിരന്തരം ഇതിന് ശേഷം വീട്ടിലിപ്പം ആ ജോലി കഴിഞ്ഞ് വീട്ടിലാണല്ലോ, ജോലി ഇല്ലാത്ത വീട്ടിലാണല്ലോ സ്ത്രീ ഇപ്പം നിൽക്കുന്നത്. അവരോട് ആ സ്മിതയോട് വന്ന് ആരാണെന്ന് വ്യക്തമല്ല എങ്കിലും അറിഞ്ഞത് മൈക്രോ ഫൈനാൻസ് ചുറ്റി സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ഇവരാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. വന്ന് വരട്ടുമായിരുന്നു. ഞായറാഴ്ച രാത്രി 10:30 വാടക വീട്ടിൽ മൂവരും സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത്. അമരവിളയിൽ പ്രവർത്തിക്കുന്ന ബൗഡ എന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നാണ് സ്മിത ലോൺ എടുത്തിരുന്നത്. ടൈം ബി ന്യൂസ്, നെയ്യാറ്റിൻകര.